ശരീക ലഹു, അവന് ഞാൻ ഒരിക്കലും പങ്കാളികളെ സ്വീകരിക്കുകയില്ല. അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. ഞാൻ ഏറ്റവും നല്ല മുസ്ലിമാണ്. ഏറ്റവും നല്ല ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന അതിപ്രധാനപ്പെട്ട ഭാഗമാണ് തൗഹീദ് എന്നത്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഹുവ ഇഫ്റാദുല്ലാഹി തആല ഫിൽ ഉലൂഹിയതിഹി വ റുബൂബിയതിഹി വ അസ്മാഇഹി വ സിഫാതിഹി. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ്. ഇതിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഉച്ചരിക്കുന്ന വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബിൽ വഹ്ദാനിയത്തില്ലാഹി അസ്സ വജല്ല ഫീ റുബൂബിയതിഹി വ ഉലൂഹിയതിഹി വ അസ്മാഇഹി വ സിഫാതിഹി. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാ വ സിഫാത്തിലുമെല്ലാം അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് വിശ്വസിക്കുക എന്നതാണ്. ലാ ശരീക ലഹു ഫീ മുൽക്കിഹി വ തദ്ബീരിഹി. അവന് ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തിലോ ആധിപത്യത്തിലോ ഒരു പങ്കാളിയുമില്ല. വ അന്നഹു സുബ്ഹാനഹു ഹുവൽ മുസ്തഹിഖു ഇബാദത്തി വഹ്ദ. അതുകൊണ്ട് തന്നെ അവൻ പരിശുദ്ധനാണ്, അവൻ മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ, തൗഹീദ് എന്ന് പറഞ്ഞ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവൻ ആദ്യമായി അറിയേണ്ടുന്ന അതിപ്രധാനപ്പെട്ട വിജ്ഞാനം തൗഹീദാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ. അറിയണം, അല്ലാഹു അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടുന്ന വിജ്ഞാനത്തിൻ്റെ അതിപ്രധാനമായ ഭാഗമായി മാറുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വളരെ ചുരുക്കി 10 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു വിശ്വസിക്കുന്നു എന്നതിനപ്പുറം അതിൻ്റെ കൃത്യമായ മേഖലകൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്നത് ഞാൻ ചുരുക്കി പറയുന്നത്. ഒന്നാമത്തത് ആദം സന്തതികളോട് അള്ളാഹു ആദ്യമായി എടുത്ത സാക്ഷ്യം അത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിലെ 172-ാമത്തെ വചനം നമുക്കറിയാം. അല്ലാഹു വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹത്തുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല. ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹു അവരോട് ചോദിച്ചപ്പോൾ ആ റബ്ബാണ് എന്നുള്ള സാക്ഷ്യം ആദ്യം തന്നെ മനുഷ്യരോട് അള്ളാഹു ആ സാക്ഷ്യം അള്ളാഹു എടുത്തിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. രണ്ടാമത്തത്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതായത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് മനുഷ്യരുടെയും ജിന്നുകളുടെയും ജീവിതത്തിലെ അതിപ്രധാനമായ ഭാഗം എന്നതാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മൂന്നാമത്തത്, ലോകത്ത് ഓരോരോ കാലഘട്ടങ്ങളിലേക്ക് വ്യത്യസ്തന്മാരായ പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ അതാത് സമൂഹത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള തിന്മകൾ നടമാടിയിരുന്നിട്ട് പോലും ഓരോ പ്രവാചകന്മാരുടെയും പ്രബോധന മേഖലയായി ഏറ്റവും പ്രധാനമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിലെ 36-ാമത്തെ വചനം, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹു ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, താഗൂത്തിനെ ഒഴിവാക്കുകയും വേണം. അതേപോലെ തന്നെ സൂറത്തു അംബിയായിലെ 25-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല. അവരോടെല്ലാം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്
അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധനക്കർഹനില്ല എന്നും എല്ലാവരും എന്നെ ആരാധിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനമായ തത്വത്തിലേക്കാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അത്തദിരി മൽ ഹഖ്ഖു അലൽ ഇബാദ്, അടിമകൾക്ക് അല്ലാഹുവിൻ്റെ മേലുള്ള അവകാശം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഖാല അല്ലാഹു വറസൂലുഹു അഅലം. അദ്ദേഹം പറഞ്ഞു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഖാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ. നമുക്ക് അള്ളാഹുവിന് നമ്മുടെ മേലുള്ള അവകാശങ്ങളിൽ ഏറ്റവും വലിയ അവകാശം നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവരിൽ പങ്കാളികളെ ചേർക്കാതിരിക്കുക എന്നതാണ്. അതേപോലെ തന്നെ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് തൗഹീദ് ക്ലിയർ ആവുക എന്നതാണ്. ഓരോ സമൂഹത്തിനും ഓരോ വ്യക്തിക്കും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാരണമാകുന്നത് തൗഹീദാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിലെ 55-ാമത്തെ വചനം പറയുന്നു. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ഷൈആ. അല്ലേ, അള്ളാഹു ഭൂമിയിൽ ആധിപത്യം നൽകും, മതം അതിന് സ്വാധീനം നൽകും, ഭയത്തിന് ശേഷം നിർഭയത്വം നൽകും. അതിനെല്ലാം കണ്ടീഷനായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, അവർ എന്നെ മാത്രം ആരാധിക്കുക, എന്നിൽ പങ്കാളികളെ ചേർക്കാതിരിക്കുക എന്നതാണ്. അഞ്ചാമതായി ഇത് പ്രധാനമാകുന്നതിൻ്റെ കാരണം, കർമ്മങ്ങൾ, ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ബേസ് തൗഹീദ് റെഡിയായിരിക്കണം എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു കഹ്ഫ് 110-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അവിടെയും കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ള തത്വം ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആറാമതായി, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഈ തൗഹീദിന് വിരുദ്ധമായ ശിർക്കാകുന്ന പാപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ നസലത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്തിലായത് എന്ന ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്കെല്ലാം പ്രയാസമായി. പ്രവാചകനോട് ചോദിച്ചു, ദുൽമ ചെയ്യാത്തവരാരാണ് പ്രവാചകരെ ഉള്ളത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ലൈസ ദാലിക്, ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദുൽമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇന്നമാ ഹുവ ശിർക്ക്, അത് ശിർക്കാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് നൽകിയിട്ടുള്ള ഉപദേശത്തിൽ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന്. കുഞ്ഞുമകനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ഇന്ന ശിർക ലദുൽമുൻ അളീം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏഴാമതായി, ഖബറിൽ വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അള്ളാഹ് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലേ, മനുഷ്യന് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റൂഹ് അവനിലേക്ക് മടക്കുകയും എന്നിട്ട് മലക്കുകൾ അവൻ്റെ അടുക്കിലേക്ക് വരികയും ചെയ്തുകൊണ്ട് അവനോട് ആദ്യമായി ചോദിക്കുന്നത് മർ റബ്ബുക, നിന്റെ റബ്ബാരാണ്. അപ്പോൾ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾക്ക് മാത്രമേ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ സാധിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എട്ടാമതായി, പരലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ ഈ തൗഹീദ് റെഡിയാകണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പങ്കു ചേർത്താൽ, നാളെ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നീട് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, ശിർക്കല്ലാത്തതെല്ലാം അള്ളാഹു പൊറുക്കും, ശിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. ഒമ്പതാമതായി, പരലോകത്ത് പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കാൻ തൗഹീദ് ക്ലിയർ ആകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക് യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറ
ഹുറൈറ, താങ്കളല്ലാതെ മറ്റൊരാളും ഇത് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആദ്യമായി ഈ കാര്യം എന്നോട് ചോദിക്കുന്ന വ്യക്തി താങ്കൾ തന്നെയായിരിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച് പ്രഖ്യാപിച്ച മനുഷ്യന് മാത്രമേ എൻ്റെ ഷഫാഅത്ത് കൊണ്ട് സൗഭാഗ്യമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവസാനമായി 10-ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് തൗഹീദും ശിർക്കുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുമുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗ്ഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈആ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവനായി ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനായി ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൗഹീദ് എന്നത്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ സംശയങ്ങൾക്ക് ഇടമില്ലാത്ത വിധം ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കപ്പെടും. എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.